ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ എല്ലാവരെയും ഈ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്, ആത്മീയ മരണം. ആത്മീയ മരണം, അങ്ങനെ ഒരു മരണമുണ്ട്. ഭൗതികമായ മരണം നമുക്കറിയാം, ശരീരം അല്ലെങ്കിൽ ഒരു വ്യക്തി മരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. എന്നാൽ ആത്മീയ മരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആത്മീയമായി മരിച്ചിരിക്കും, എന്നാൽ ആ വ്യക്തി ശരീരത്തിൽ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആത്മീയ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അധികമൊന്നും ആയിട്ടില്ല, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരു 82 വയസ്സ് പ്രായമുണ്ട്. നല്ല വയസ്സായ ഒരു ചേട്ടൻ, നല്ല ഹെൽത്തിയാണ്. ഈ ചേട്ടൻ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ആരോ പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും തൊഴിൽ കൊടുക്കണം, കാരണം ദാരിദ്ര്യം ഒത്തിരി ഉണ്ട് ഈ ലോകത്തിൽ. അപ്പോൾ ദാരിദ്ര്യം ഒത്തിരി ഉള്ളതുകൊണ്ട്, കഷ്ടപ്പാടുകൾ ഒത്തിരി ഉള്ളതുകൊണ്ട്, ഭക്ഷണം കഴിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അനേകം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എൻജിനീയറായിരുന്നു എന്ന് പറഞ്ഞു. കോതമംഗലം എൻജിനീയറിംഗ് കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു. ഇപ്പോൾ 82 വയസ്സുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു. അതിനുശേഷം അദ്ദേഹം വിദേശത്ത് പോയി PhD എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ തീരുമാനിക്കുകയാണ്, അനേകം ആൾക്കാർക്ക് ജോലി കൊടുക്കണം, ഭക്ഷണം കഴിക്കണം, അവർക്ക് ദാരിദ്ര്യം മാറണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ആ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കിന്ന് 7 കമ്പനികൾ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലായിട്ടുണ്ട്. അനേകം കോടിക്കണക്കിന് ടേൺ ഓവർ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല, ആൾക്കാർക്ക് ഞാൻ ജോലി കൊടുക്കുന്നുണ്ട്, അവർ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ള തൊഴിൽ കൊടുക്കാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് പള്ളിയിൽ പോക്കും പ്രാർത്ഥനയൊന്നുമില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, മനുഷ്യൻ്റെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു. ഭയങ്കര ഇൻ്റലിജൻ്റായിട്ടൊരു മനുഷ്യൻ, ഭയങ്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യനോട് നമുക്കങ്ങനെ നമ്മുടേതായ ബുദ്ധി വെച്ച് ഒരു കാര്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ കേൾക്കില്ല. അങ്ങനെ ഒരു 2 മണിക്കൂർ സംസാരിച്ചു. 2 മണിക്കൂർ സംസാരിച്ച് ഇതിന് ശേഷം പിന്നെ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. വേറൊരു ദിവസം പുള്ളി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് പുള്ളി മരണപ്പെട്ടു. ഒരു ആക്സിഡൻറ്റിൽ ഉണ്ടായി, പുള്ളിയുടെ വണ്ടി ഒരു അപകടത്തിൽപ്പെട്ടു. അങ്ങനെ പിന്നെ പുള്ളി അങ്ങനെ മരിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഇന്ന് അനേകം വ്യക്തികൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തെ ആരാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, മനുഷ്യൻ്റെ സാമൂഹികമായ കാര്യങ്ങളിലും സാമ്പത്തികമായ കാര്യങ്ങളിലും വിശപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ചാരിറ്റി ചെയ്താൽ മതി. ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം നമുക്കൊന്ന് എടുത്ത് വായിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ഉം 2-ഉം തിരുലിഖിതങ്ങൾ. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ഉം 2-ഉം തിരുലിഖിതങ്ങൾ എടുത്താൽ പെട്ടെന്ന് ഒച്ചത്തിൽ വായിക്കാം. അത് സാർദീസിലെ സഭയ്ക്ക് എഴുതുന്ന, ആ സഭയെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ബൈബിള് ഉള്ളൊരു സാർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമുള്ളവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷെ ദൈവസന്നിധിയിൽ നീ മൃതനാണ് എന്ന് പറയുകയാണ്. നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങൾ ബുദ്ധിയുണ്ട്, ദൈവ സാഹചര്യങ്ങളും കഴിവുകളും എല്ലാം തരുന്നുണ്ട്. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുപക്ഷെ
മൃതരായിരിക്കും. ദൈവസന്നിധിയിൽ മൃതരായിരിക്കും. നമുക്ക് നല്ല കഴിവും സാമർഥ്യവും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ പറ്റും. പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ കാര്യമെന്ന് പറയുന്നത് മൃതമായ അവസ്ഥയിലായിരിക്കാം. അതിനെക്കുറിച്ച് ഈ സാർദീസിലെ സഭയിലുള്ളവർ, ആത്മീയ കാര്യങ്ങളിൽ ദൈവവചനം കേട്ടവർ, അതുപോലെ തന്നെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നവർ, എന്നാൽ അവരുടെ ജീവിതത്തിൽ പിന്നീട് അവർ ദൈവാരാധനയിൽ നകന്നു. അതുപോലെ തന്നെ അവർ ഭാഗ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു. അവർ ആത്മീയമായി മൃതരായി മാറിയെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ സഭയിലുള്ളവർ പറയാം, നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ മൃതമാണ്. നിങ്ങൾ മരിച്ചുവരാം. ഈ ലോകത്തിൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷേ ദൈവസന്നിധിയിൽ നിങ്ങൾ മൃതരാണ്. അതുകൊണ്ട് അടുത്ത വചനം നോക്കി അവരോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഉണരുക. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വായിക്കാം. അപ്പോൾ നല്ലതാണത്. എല്ലാവരും എടുത്തല്ലോ. നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെടുന്നതായി ഞാൻ കാണുന്നില്ല. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ജീവിച്ചിരിക്കുന്നവൻ അത് തൊട്ട് വായിക്കാം. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഉണരുക. നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിന് മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെടുന്നതായി ഞാൻ കാണുന്നില്ല. അപ്പൊ ദൈവത്തിന് വചനം പറയുക, നിന്റെ ദൈവത്തിന് മുമ്പിൽ നീ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നീ ദൈവത്തെ ആരാധിക്കേണ്ട കാര്യങ്ങൾ, ദൈവത്തിൻ്റെ നീതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ നീ നിർവഹിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് ദൈവത്തിൻ്റെ ദൂതം പറയാം. നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇതേപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അനേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പം വേണമെങ്കിൽ ഒത്തിരി വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പാവപ്പെട്ടവർക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ ആൾക്കാരെ പുനരധിവസിക്കാൻ വേണ്ടുന്ന കേന്ദ്രങ്ങൾ കെട്ടിക്കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം പറയാം, നിന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് നിരക്കുന്നതോ അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ അത് വലിയ സ്വീകാര്യമായ കാര്യമല്ല. നീ മൃതനാണ്. നിന്റെ ആത്മീയ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുമ്പോഴാണ് ദൈവത്തിന് മുമ്പിൽ വിലയുള്ളവനായിട്ട് മാറുന്നത്. അതുകൊണ്ട് അടുത്ത വചനം പറയുന്നുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് പറയുക. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏതു സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാം. വലതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് വചനം പറയാ, നമ്മൾ ജീവിക്കുമ്പോൾ ആത്മീയമായി നമ്മൾ പക്വതയുള്ളവരായി മാറണം. ആത്മീയ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നവരായിട്ട് മാറണം. അതുകൊണ്ടാണ് സ്റ്റെഫാനോ ഗോപി എന്ന് പറയുന്ന വൈദികനിലൂടെ പരിശുദ്ധ മറിയം 1979 മുതലുള്ള കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ദീപിനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ആ മെസ്സേജസ് മുഴുവൻ വലിയൊരു പുസ്തകമായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ആത്മീയ മരണം സംഭവിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന ഇങ്ങനെയാണ്: ആത്മീയ മരണം സംഭവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തെ നോക്കി സ്വർഗം പറയുന്ന ഇങ്ങനെയാണ്: അവർ സഞ്ചരിക്കുന്ന ശവശരീരങ്ങൾ ആണ് എന്ന് പറയാണ്. സഞ്ചരിക്കുന്ന ശവശരീരങ്ങൾ ജീവിക്കുന്നുണ്ട്, പക്ഷെ ആത്മീയമായി മൃതരാ. ദൈവസന്നിധിയിൽ അവരെക്കുറിച്ച് പറയുന്നത് അവർ സഞ്ചരിക്കുന്ന ശവശരീരങ്ങൾ. നമുക്കറിയാം, സഞ്ചരിക്കുന്ന ശവശരീരങ്ങളെക്കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പരിശുദ്ധ മറിയം അതിനൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. സ്വർഗം നമുക്ക് നൽകുന്നൊരു എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: അതായത് അവർ സഞ്ചരിക്കുന്ന ശവശരീരങ്ങളായി മാറാനുള്ള കാരണം. ഇത് പുരോഹിതരോട് പറഞ്ഞതാണ്, ഇത് സകല വിശ്വാസികളോടും പറയുന്ന കാര്യമാണ്. അവർ സഞ്ചരിക്കുന്ന ശവശരീരങ്ങളാണ്. എന്നിട്ട് പറയുന്നതിന് കാരണം, ഒന്നാമത്തെ കാര്യം പറയുകയാണ്, പുരോഗമനത്തിൻ്റെ പേരിൽ ലോകത്തിൻ്റെ മാത്രം ശുശ്രൂഷകരായി മാറുകയും ലോകത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നവർ. സഞ്ചരിക്കുന്ന ശവശരീരം.
ശവശരീരമായി മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ പുതിയ പുരോഗമനത്തിൻ്റെ പേരിൽ ലോകത്തിൻ്റെ മാത്രം ശുശ്രൂഷകളും അല്ലെങ്കിൽ ലോകത്തിൻ്റേത് മാത്രമായ കാര്യങ്ങളിൽ, ലൗകികമായ കാര്യങ്ങളിൽ മാത്രം ബദ്ധശ്രദ്ധരായി മാറുകയും അങ്ങനെ ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർ സഞ്ചരിക്കുന്ന ശവശരീരങ്ങളായി മാറും. ദൈവത്തിന് ഒരു വെളിപ്പെടുത്തലാണ്. രണ്ടാമത്തെ കാര്യം പറയാം, അവർ പ്രാർത്ഥിക്കേണ്ടതിന് പകരം ജ്വരം പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. ഇപ്പം പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റി നൽകാതെ അവർ ചിലർ ക്രിക്കറ്റ് കളിക്കാനായിരിക്കും പോകുന്നത്. ഞാൻ ഈയിടെ ഷില്ലോങ്ങിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അച്ഛൻ പറയുന്നത് കേട്ടതാണ്, അവിടെയുള്ള ആൾക്കാർക്ക് വേറെ വലിയ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. എൻ്റർടൈൻമെൻറ്റ് അവിടെയുള്ളവർ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലും കുളങ്ങൾ കാണാം, വലിയ കുളങ്ങൾ. അവിടെ മീൻ വളർത്തലുണ്ട്, മീൻ വളർത്തൽ. അപ്പോൾ ഈ മീൻ വളർത്തൽ, മീൻ പിടുത്തം ഒരു വലിയൊരു മത്സരമാണ്. ലക്ഷങ്ങളാണ് അതിൻ്റെ വില. ഏറ്റവും വലിയ മീനെ പല കുളങ്ങളിൽ നിന്നും ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് അതിൽ ഏറ്റവും നീളമുള്ളതും വെയിറ്റ് കൂടിയതുമായ ആ മീനിന് ഒന്നാം സമ്മാനം. അത് 5-10 ലക്ഷമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് സമ്മാനം. 10 ലക്ഷമൊക്കെയാണ് അതിൻ്റെ ഈ മത്സരങ്ങളുടെ സമ്മാനം. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, ചില ഞായറാഴ്ചകളിൽ ഈ മത്സരം ഉള്ളതുകൊണ്ട് രാവിലത്തെ കുർബാന വൈകുന്നേരത്തേക്ക് മാറ്റും, അല്ലെങ്കിൽ ആ ടൈം മാറ്റി അവരതിന് പോകാമെന്ന് പറഞ്ഞു. അതാണ് അവരുടെ ജ്വരം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജ്വരം പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഞങ്ങൾ ചെന്ന ആ ദിവസങ്ങളിൽ വലിയ മൈക്ക് കെട്ടി വലിയ ഈ അത് കാസി ഭാഷയിൽ, അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല. വലിയ മൈക്കൊക്കെ കെട്ടി വലിയ ഒച്ചത്തിൽ ഇങ്ങനെ വലിയ വിസിലടിക്കലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതെല്ലാം കേട്ടു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പിന്നീട് അവസാന ദിവസം പോയിരുന്ന അന്ന് ഞങ്ങൾ അതിലെല്ലാം കറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് അവിടെയുള്ള അച്ഛന്മാർ പറഞ്ഞ കാര്യമാണ്. അവിടെ ജോലി ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാർ പറഞ്ഞു, ഇങ്ങനെ അവർ കുർബാന ടൈം വരെ ഇതിനു വേണ്ടി മാറ്റി വെക്കും. അന്ന് ഒരു കുർബാന അല്ല, ചിലപ്പം 2 കുർബാന ഉണ്ടെങ്കിൽ അത് മാറ്റി ഏതെങ്കിലും സമയത്ത് ചിലപ്പോൾ 5 മണിക്ക് വെക്കുമെന്ന് പറഞ്ഞു. കാരണം ഇത് പോയേ പറ്റൂ ആൾക്കാർക്ക്. ഇതാണ് ജ്വരം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതായത് പ്രാർത്ഥിക്കേണ്ടതിന് പകരവും പ്രാർത്ഥനയും ദൈവികമായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിന് പകരം ജ്വരം പിടിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ ഒരു വ്യക്തി മാറുമ്പോൾ, അല്ലെ ഒരു സമൂഹം മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ സഞ്ചരിക്കുന്ന ശവശരീരമാണ് എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, വലതിരിമർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. മൂന്നാമത്തെ കാര്യം പറയുകയാണ്, ആത്മനിയന്ത്രണത്തിന് പകരം സുഖത്തെയും ആനന്ദത്തെയും തേടുന്നവർ. ആത്മനിഗ്രഹത്തിന് പകരം നമുക്കറിയാം, ഒരു രാവിലെ പള്ളിയിൽ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ആത്മനിഗ്രഹമുണ്ട്. 6:30 പള്ളി കുർബാനയ്ക്ക് വീട്ടിൽ നിന്ന് ഏറ്റു പോകണമെന്നുണ്ടെങ്കിൽ ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ നിഗ്രഹമോ എല്ലാം അതിൻ്റെ പിന്നിലുണ്ട്. എന്നാലേ രാവിലെ പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുമ്പോൾ ചില ത്യാഗങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ ചില ത്യാഗങ്ങൾക്ക് പകരം സുഖവും ആനന്ദവും ഒരു വ്യക്തി തേടി ആത്മനിഗ്രഹത്തിൻ്റെ വഴികളിൽ നിന്നും മാറുമ്പോൾ സഞ്ചരിക്കുന്ന ശവശരീരമായി ഒരു വ്യക്തി മാറുമെന്ന് പറയുകയാണ്. നാലാമത്തെ കാര്യം പറയുകയാണ്, പുണ്യ പരിശുദ്ധിക്ക് പകരം സുഖത്തെയും ആനന്ദത്തെയും അവർ അന്വേഷിക്കുന്നു. അവർ തുടർച്ചയായി വിശിഷ്യ അശുദ്ധ പാപത്തിന് അടിമപ്പെടുന്നു. അപ്പോൾ അവർ സഞ്ചരിക്കുന്ന ശരീരമായി മാറും. അപ്പോൾ തുടർച്ചയായി പുണ്യത്തിനും വിശുദ്ധിക്കും വില കൊടുക്കാതെ അശുദ്ധമായ കാര്യങ്ങളിൽ സുഖവും ആനന്ദവും തേടി അശുദ്ധ പാപത്തിന് ഒരു വ്യക്തി അടിമയായി തീരുമ്പോൾ ആ വ്യക്തി സഞ്ചരിക്കുന്ന ശവശരീരമായി മാറും. അപ്പം നമ്മുടെ ജീവിതത്തിൽ അശുദ്ധ പാപങ്ങൾ പെരുകുമ്പോൾ, അശുദ്ധമായ കൂട്ടുകെട്ടുകൾ, സാഹചര്യങ്ങൾ, തിന്മകൾ, അത് ഏതെല്ലാം തരത്തിലുള്ള തിന്മകളായാലും ശരി, അശുദ്ധ പാപങ്ങൾ, അതിന് എക്സ്പ്ലനേഷൻ അധികം ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തി വ്യാപരിക്കുമ്പോൾ അവൻ നല്ല മോടിയായ വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നല്ല പെർഫ്യൂം അടിച്ച് നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നല്ല പുട്ടി അടിച്ച് നടക്കുന്നുണ്ടാകാം. അങ്ങനെ ഏതെല്ലാം രീതിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവൻ അല്ലെങ്കിൽ അവൾ സഞ്ചരിക്കുന്ന ശവശരീരമാണ് എന്ന് പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. എന്നിട്ട് സ്വർഗം വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്ന ശവശരീരങ്ങളാണ് എങ്കിലും, അങ്ങനെയുള്ളവരാണ് എങ്കിലും
അവർ വിലമതിക്കപ്പെടുന്നു എന്ന് പറയാണ്. സമൂഹത്തിൽ അവർ വിലമതിക്കപ്പെടുന്നവരാ. സമൂഹത്തിൽ അവരുടെ ജോലി മേഖലകളിൽ, അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിൽ, അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിലമതിക്കുന്നവരായി മാറും. അങ്ങനെയുള്ളവരാകാം. എന്നിട്ട് പറയുകയാണ്, അവരിലൂടെ അനേകം വിജയങ്ങൾ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ലഭിച്ചിട്ടുമുണ്ടാകാം. അങ്ങനെ സമൂഹത്തിലും കുടുംബങ്ങളിലും വലിയ വിജയങ്ങൾ അവരിലൂടെ നേടിയെടുക്കാൻ പറ്റിയെങ്കിലും അവർ സഞ്ചരിക്കുന്ന ശവശരീരമാണ് എന്ന്, അവർ ആത്മീയമായി മൃതരാണ് എന്ന് സ്വർഗം വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിൽ ആയിരിക്കുന്നവരുമാകാം. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മേഖലകളിലും ഉന്നത സ്ഥാനീയരായിട്ടുള്ളവരായിരിക്കാം. പക്ഷേ അവർ സഞ്ചരിക്കുന്ന ശവശരീരങ്ങളായി മാറാം എന്ന് സ്വർഗം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സ്വർഗം വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ, ഒരു വ്യക്തി ആത്മീയമായി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി സഞ്ചരിക്കുന്ന ശവശരീരമാണ്. അപ്പം അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഒരു വ്യക്തി ശ്രദ്ധിക്കണമെന്ന് ദൈവത്തിന് വചനം പറയാണ്. അപ്പോൾ ആത്മീയമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉന്നതി ലഭിക്കണമെങ്കിൽ സഞ്ചരിക്കുന്ന ശവശരീരമല്ലാതെ ജീവനുള്ള ഒരു ശരീരമായി മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൊളോസോസുകാർക്ക് ലേഖനം 2-ാമത്തെ അധ്യായം, കൊളോസോസ് 2:16 മുതലുള്ള വചനങ്ങൾ, കൊളോസോസ് 2:16 മുതലുള്ള വചനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയ മരണത്തിൽ നിന്നും അതിജീവിക്കാനുള്ള വഴി ഈശോ പറഞ്ഞു തരുന്ന ഇതാണ്. കൊളോസോസ് 2:16 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഒരുമിച്ച് വായിക്കാം. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസികളുടെയും സാപത്തിന്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരിക്കുന്നവന്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലസമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. ഏത് ശിരസിൽ നിന്ന്? യേശു ആകുന്ന ശിരസിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പൂർണ്ണ വളർച്ച കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതം പരിപൂർണമാക്കപ്പെടുന്നത്, അതുപോലെ വ്യക്തികൾ തമ്മിൽ കൂട്ടിയിണക്കപ്പെടുന്നത് ശിരസായ യേശുവിനോടുള്ള ബന്ധമുണ്ടാകുമ്പോഴാണ്. അപ്പൊ ശിരസായ യേശുവിനോട് ബന്ധമില്ലാതെ വരുമ്പോൾ കപട വിനയത്തിലും അതുപോലെ തന്നെ മായാദർശനങ്ങൾ വിശകലനം ചെയ്തും അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളെ നിരസിച്ചും പുച്ഛിച്ചും അഹങ്കരിച്ചും ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം താറുമാറാക്കും. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം ഇതാ, ശിരസായ ക്രിസ്തുവിനോട് ഒരു വ്യക്തിയുടെ ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയ മരണം സംഭവിക്കുകയാണ്. അപ്പൊ ശിരസായ യേശുവിനോടുള്ള ബന്ധം ഒരു വ്യക്തി വളർത്താൻ ശ്രമിക്കുമ്പോൾ ആത്മീയ മരണത്തിൽ നിന്നും ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിലേക്ക്, കൃപയുള്ള ജീവിതത്തിലേക്ക് കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയാം. പലതിനുമടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമ്മൾ ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആത്മീയ മരണം സംഭവിച്ച അനേകം വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ആത്മീയ മരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഏതാനും ഉദാഹരണങ്ങൾ മാത്രം, ഒരു 2-3 ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 12-ാമത്തെ അധ്യായം. ലൂക്കാസ് സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. വായിക്കാം. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി.
അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിച്ചിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കിയിരിക്കുന്നവ ആരുടേതായിരിക്കും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവരും. ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സമ്പന്നനായ മനുഷ്യന് ഒരു പേര് പോലും പറഞ്ഞിട്ടില്ല. ഒരു പേര് പോലും പറഞ്ഞിട്ടില്ല. അവനെ വിളിച്ചിരിക്കുന്ന പേരെന്താ? സമ്പന്നൻ എന്നാണോ? അവനെ വിളിച്ചിരിക്കുന്ന പേരെന്താ? പോഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആത്മീയമായ മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് അവന്റെ പേര് പോലും പറഞ്ഞില്ല. അവനെ ഭോഷ എന്നാ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഭോഷ എന്ന് വിളിച്ചിട്ട് അവനോട് പറയാ, നീ സംഭരിച്ചു വെച്ചിരിക്കുന്ന മുഴുവനും ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ വിളിച്ചാൽ ഇത് ആരുടേതാകും? അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതെല്ലാം ദൈവം നമ്മുടെ ആത്മാവിനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒരു കാര്യമില്ല, എല്ലാം ഇവിടെ അവസാനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയമായ ഒരു മരണം സംഭവിച്ച ഒരു വ്യക്തിയെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ദൈവത്തിന് വില കൊടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ എത്രയോ, ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബം. അതുകൊണ്ട് പഠിക്കാൻ അവരുടെ എല്ലാ സഹായം കിട്ടി. പള്ളിയിൽ നിന്ന് കിട്ടി, അച്ഛന്മാരുടെ കിട്ടി, സിസ്റ്റേഴ്സ് പഠിപ്പിച്ചു. അതുപോലെ തന്നെ വളരെ ഞെരുങ്ങി. അതുകൊണ്ട് വികാരിയച്ഛനൊക്കെ പറഞ്ഞ് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ആ കുടുംബത്തെ കൈപിടിച്ച് ഉയർത്തി. അപ്പോൾ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ദാരിദ്ര്യം, അങ്ങനെ അനേകം പ്രശ്നങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് അതുപോലെ തന്നെ പ്രാർത്ഥിച്ചും അനേകം കാര്യങ്ങൾ കിട്ടി. എല്ലാ ദിവസവും പള്ളിയിൽ പോയും പ്രാർത്ഥിച്ചും അങ്ങനെ ജോലി കിട്ടി. അത് നല്ല പ്രൊമോഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ പറയാണ്, നല്ല കല്യാണം നടന്നു. അതുപോലെ തന്നെ എല്ലാ സംവിധാനവും ഉണ്ടാകാനായിട്ടിടയായി. മെച്ചപ്പെട്ട രീതിയിൽ ജോലി മേഖല വളർന്നു. അത് കഴിഞ്ഞ് മറ്റ് ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളരെ നല്ല നിലയിലായി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഈ അടുത്ത കാലത്തിനോട് പറയാണ്, എന്നാൽ ഇങ്ങനെയെല്ലാം ചെന്ന ഒരു കാലത്ത് ദൈവത്തെ വിളിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഇന്ന് ഞാൻ ആ വഴിയിൽ നിന്നെല്ലാം മാറി എന്ന് പറഞ്ഞു. എല്ലാം ലെവലായി കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഞാൻ ഉപേക്ഷിച്ചു. എൻ്റേതായ വഴികളിലൂടെ ഞാൻ കടന്നു വന്ന് എല്ലാ പാപത്തിലും സാഹചര്യങ്ങളിലും അശുദ്ധിയിലും തിന്മയിലും എല്ലാം ജീവിച്ച് ഞാൻ ഇന്ന് വളരെയധികം നിരാശനാന്ന് പറഞ്ഞു. എല്ലാം ഉണ്ട്, പക്ഷെ നിരാശനാണ്. എല്ലാം ഉണ്ട്, പക്ഷെ നിരാശനാന്ന് പറഞ്ഞ് ഈ മനുഷ്യനോട് പറഞ്ഞ് ഓർക്കുകയാണ്. വളരെ നിരാശന. അപ്പം ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം, എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ദൈവവചനം വായിക്കാൻ പറഞ്ഞു. ദൈവവചനം വായിക്കുക, എല്ലാ ദിവസവും ഇരുന്ന് ബൈബിൾ വായിച്ച് പള്ളിയിൽ പോയി കുമ്പസാരിച്ച് നല്ലൊരു വിശുദ്ധമായ ഒരു ജീവിത വഴികളിലൂടെ കടന്നു വരുമ്പോൾ, പണ്ട് ദൈവത്തെ വിളിച്ച് ദൈവം ഉയർച്ച തന്നുവെങ്കിൽ ഇനി ദൈവത്തെ വിളിച്ച് ആത്മീയമായ ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഈ ചേട്ടനോട് പറഞ്ഞു. ഈ ചേട്ടൻ പിന്നീട് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു സമാധാനമില്ല, ഉറക്കം കിട്ടുന്നില്ല. രാത്രിയിൽ ഉറക്കം കിട്ടാതെ എൻ്റെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളും തിന്മകളും ഇതെല്ലാം പെരുകി ഉറക്കം കിട്ടാതെ കിടന്ന ഈ സമയത്താണ് ഞാൻ അച്ഛനെ ഇങ്ങനെ യാദൃച്ഛികമായിട്ട് കണ്ടതാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അന്ന് മുതൽ ഇങ്ങനെ ചെയ്യാൻ ആരംഭിച്ചെന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോകാൻ ആരംഭിച്ചു, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ ആരംഭിച്ചു. പോയി അന്ന് എന്നോട് പറഞ്ഞു, തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ, തൃശ്ശൂരുകാരനാണ്, പുത്തമ്പള്ളിയിൽ പോയി നല്ലൊരു കുമ്പസാരം നടത്തി എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയമായ ഒരു അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു,
ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ കടന്നു വരണം, ആത്മീയമായി എന്നെ ഒരു ഉയർച്ചയിലേക്കും അനുഭവത്തിലേക്കും നയിക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെയെല്ലാം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, 45 വർഷമായിട്ടുണ്ടായിരുന്ന പുകവലി ഒരു കാര്യമില്ലാതെ ഉപേക്ഷിക്കാൻ പറ്റാത്ത പുകവലി അത് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു. അത് തന്നെ അങ്ങോട്ട് വിട്ടുപോയെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ചിന്തയില്ലെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ലഹരി വസ്തുക്കളുടെ ഒരു അടിമയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു. അത് പതുക്കെ പതുക്കെ അത് കുറച്ച് കൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പം എനിക്ക് അങ്ങനെ അതിനോടൊരു അഡിക്ഷൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ എൻ്റെ ഭാര്യയും മക്കളുമായിട്ടെല്ലാം അങ്ങനെ നല്ല ബന്ധമൊന്നും അല്ലായിരുന്നു. എൻ്റെ ദുർജീവിതങ്ങൾ അവർ വെറുത്തു. അങ്ങനെ ഒരു ബന്ധമില്ലാതെ പോകുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ കുടുംബത്ത് ഒരു സമാധാനം ഉണ്ടായെന്ന് പറഞ്ഞു. കുടുംബത്തെ സമാധാനം ഉണ്ടായി. ദൈവത്തെ വീണ്ടും വിളിക്കാൻ അങ്ങനെ ആത്മീയമായൊരു അനുഭവം ജീവിതത്തിൽ കിട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ആത്മീയമായ മരണത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിലേക്ക് ഈ വ്യക്തി കടന്നു വരികയാണ്. അതിന് കാരണം എന്താ? ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് നടന്നപ്പോൾ ഒരു കാലത്തുണ്ടായിരുന്നപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നപ്പോൾ ആ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി. അതാണ് നമ്മൾ കൊളോസോസ് 2 നമ്മൾ വായിച്ചു കേട്ടത്. ശിരസായ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ജീവിതത്തിൽ അറ്റുപോയത് വീണ്ടും ക്രമപ്പെടുത്താനായിട്ട് തയ്യാറായപ്പോൾ ആ യേശുവുമായിട്ടുള്ള ബന്ധത്തിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. വലതിനു ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്കൊന്ന് എഴുന്നേറ്റ് ഇന്ന് നമ്മുടെ ബന്ധം ശിരസായ യേശുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് നമ്മുടെ പാപങ്ങളാകാം, തിന്മകളാകാം, അല്ലെങ്കിൽ അഹങ്കാരമാകാം, അശുദ്ധിയാകാം, ഏതെങ്കിലും വിധത്തിൽ ശിരസായ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അറ്റുപോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇന്ന് ഏതെങ്കിലും ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങൾ, പാപത്തിൻ്റെ അടിമത്തങ്ങൾ, അശുദ്ധിയുടെ അടിമത്തങ്ങൾ, ദൈവാരാധനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പറ്റാത്ത വിധത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവ കൽപ്പനകൾ പാലിക്കുന്ന തടസ്സമുണ്ടെങ്കിൽ, ദൈവവചനം വായിക്കാൻ തടസ്സമുണ്ടെങ്കിൽ, അതുപോലെ ഏതെങ്കിലും പ്രത്യേകമായ നിരാശയ്ക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നിമിഷത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ആത്മീയ മരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകണം. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നിറയപ്പെടണം. ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ആത്മീയമായും മൃതരായിരുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. വചനത്തിന്റെ അഭിഷേകം നൽകണമേ. അശുദ്ധി നിറഞ്ഞ ജീവിതങ്ങളെ ഉപേക്ഷിക്കാനുള്ള കൃപ നൽകണമേ. പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാനുള്ള കൃപ നൽകണമേ. തെറ്റായ വഴിവിട്ട ഏതെങ്കിലും ജീവിത ശൈലികളുണ്ടെങ്കിൽ വിട്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശക്തി കൊണ്ട് പറ്റില്ല. കർത്താവേ, നിന്റെ ആത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കർത്താവേ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. ഉപേക്ഷിക്കാൻ പറ്റാത്ത ഏതെങ്കിലും തഴക്കദോഷങ്ങൾ വിട്ടുപോകാൻ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുമ്പോൾ കർത്താവേ അതെല്ലാം ഉപേക്ഷിക്കാനുള്ള കൃപ ലഭിക്കണമേ. കൃപ തരണമേ. ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വിട്ടുപോകട്ടെ. അശുദ്ധ കൂട്ടുകെട്ടുകൾ, സാഹചര്യങ്ങൾ വിട്ടുപോകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ ആത്മീയമായ ഉണർവ് അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാവർക്കും ഇരിക്കാം. ആത്മീയമായ മരണം സംഭവിച്ച മറ്റൊരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ലൂക്കാസ് സുവിശേഷം 15-ാമത്തെ അധ്യായം. ലൂക്കാസ് സുവിശേഷം 15-ന്റെ 11 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ടും കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ധൂർത്തപുത്രനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. നമുക്ക് ധൂർത്തപുത്രൻ്റെ കഥയെല്ലാം അറിയാം. സമ്പന്നനായ ഈ പിതാവിൻ്റെ മകൻ എല്ലാം മേടിച്ചുകൊണ്ട് ഇളയ മകൻ വിദൂര സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ധൂർത്തനായി ജീവിക്കുന്നു. പാപികളും തിന്മയായിട്ടുള്ളവരുടെ കൂടെ എല്ലാം കൂടുന്നു. അശുദ്ധനായി അങ്ങനെ ഓരോ കാര്യങ്ങളിൽ എല്ലാം മുഴുകി അവൻ്റെ ജീവിതം മുഴുവൻ നാശമായി. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് അവൻ ഒരു സമ്പന്നനായ മനുഷ്യൻ്റെ പന്നിക്കൂട്ടി ജോലി ചെയ്യുകയാണ്. പന്നിക്കൂട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കിട്ടിയാൽ വിശപ്പ് മാറ്റാം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ഏറ്റവും താഴ്ന്ന അശുദ്ധി നിറഞ്ഞ തിന്മ നിറഞ്ഞ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരവസ്ഥയിൽ ഈ മകൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകുകയാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എത്രയോ പേര് സുഭിക്ഷതയോടുകൂടി ജീവിക്കുന്നത്.
അങ്ങനെ ഒരു തിരിച്ചറിവുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മ കടന്നു വന്നതിലൂടെ എൻ്റെ ജീവിതം താറുമാറായി. അവന് സുബോധമുണ്ടായി എന്നാണ് പറയുന്നത്. പന്നിക്കൂട്ടിൽ വെച്ച് സുബോധമുണ്ടായി. വചനം പറയുന്നത് ഇങ്ങനെയാണ്, പന്നിക്കൂട്ടിൽ വെച്ച് അവന് സുബോധമുണ്ടായി. ലൂക്കാ സുവിശേഷം 15:16-17. പന്നി തിന്നിരുന്ന തവിട് കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു, പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സുബോധമുണ്ടായി. എന്നാൽ ആത്മീയമായും ആ പിതാവിൻ്റെ ആ ബന്ധത്തിൽ നിന്നെല്ലാം അകന്നു കഴിയുന്ന, അതുപോലെ ജീവസന്ധാന വഴികൾ മുട്ടി നിൽക്കുന്ന ഇവൻ്റെ ജീവിതത്തിൽ സുബോധമുണ്ടായി. അപ്പോൾ ഈ സുബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവൻ പറയുന്ന കാര്യങ്ങളാണ് അടുത്ത വചനം 17 വാക്യം പറയാണ്, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനിവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇപ്പം സ്നേഹമുള്ളവരെ, ഒരു തിരിച്ചറിവുണ്ടായി, ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി. ഇന്ന് ഞാൻ ആത്മീയമായും മൃതനാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ താഴേക്ക് പോയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് സമാധാനമില്ല, എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ നിരാശപ്പെടുന്ന അനുഭവങ്ങളും തകർച്ചകളും കുടുംബങ്ങളിൽ വ്യക്തി ജീവിതം കടന്നു വരുമ്പോൾ ഈ ധൂർത്തപുത്രനെ പോലെ ഒരു സുബോധം വന്നാൽ, അവന് ഒന്ന് ബോധം തെളിഞ്ഞാൽ, ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ ഉണ്ടായാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വചനം പറയുന്ന ഇങ്ങനെയാണ്, അവൻ എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. പിതാവിൻ്റെ അടുത്തേക്ക് അവൻ ഓടി. പിതാവിൻ്റെ അടുത്തേക്ക് അവൻ ചെല്ലുമ്പോൾ ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു, മനസ്സരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. പിന്നീട് സംഭവിക്കുന്ന കാര്യമാണ്, അവൻ ആ പാപം ഏറ്റു പറയുകയാണ്. പിതാവേ, സ്വർഗത്തിനെതിരായും 21-ാമത്തെ വചനം, നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ ഒരു വ്യക്തി, ആത്മീയമായും മരിച്ച ഒരു വ്യക്തി, ആ വ്യക്തി ഏറ്റുപറയുമ്പോൾ, പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ഏറ്റുപറയുമ്പോൾ, സ്വർഗത്തിനെതിരായി അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റുപറയുന്ന ആ നിമിഷത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ വരികയാണ്. ദൈവത്തിൻ്റെ കരുണ വരികയാണ്. അതാണ് 22-ാമത്തെ വചനം നോക്കിയേ. എന്താണ് ഈ എല്ലാം നശിപ്പിച്ചവനും അതുപോലെ തന്നെ ധിക്കാരിയുമായി മാറിയവൻ്റെ ജീവിതത്തിൽ ആ പിതാവ് ചെയ്ത കാര്യം പറയാം. 22-ാമത്തെ വചനം, പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പ് പണിയിക്കുവിൻ, കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വ്യക്തി ആത്മീയമായ മരണത്തിലൂടെ പോയി അന്ന് ഇങ്ങനെ അവസാനിക്കുമെന്ന് പറഞ്ഞ് നടക്കരുത്. ഇന്ന തെറ്റുകൾ പറ്റി, അല്ലെങ്കിൽ കുറവുണ്ട്, അല്ലെങ്കിൽ ബലഹീനതകളുണ്ട്, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയോ അഭിവൃദ്ധിയോ അഭിഷേകമോ ഇല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകരുത്. എത്രമാത്രം തകർന്നു പോയാലും ശരി, ഈ തകർച്ചയിൽ എന്നെ ഉയർത്താൻ, എൻ്റെ ജീവിതത്തെ നവീകരിക്കാൻ, എൻ്റെ ജീവിതത്തിൽ അഭിഷേകം തരാൻ, എൻ്റെ ജീവിതത്തെ എടുത്തുയർത്താൻ എൻ്റെ യേശുവിന് പറ്റും എന്ന് ഒരു വ്യക്തി വിശ്വസിക്കണം. ഈ ധൂർത്തപുത്രൻ അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. പന്നിക്കൂട്ടി പിന്നെ കടന്ന് ഉരുളാൻ പോയില്ല, അവന് സുബോധമുണ്ടായി. അവൻ എന്തു ചെയ്തു? ആ പന്നിക്കൂട്ടിൽ തീറ്റ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ എളുപ്പമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവൻ പിന്നെ അതിൻ്റെ അകത്ത് ഉരുളാൻ പോയില്ല, അവൻ തിരുത്താൻ തയ്യാറായി. നമുക്ക് ഈ ഒരു തിരിച്ചറിവാണ് വേണ്ടത്. മൃതനായിരുന്നു, എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നവനായി മാറാൻ ദൈവം നമുക്ക് കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മെ അത്യധികം സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും നവീകരിക്കാനും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാ. സംസാരിക്കാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ വന്നിട്ടുണ്ട്.
ഓക്കെ. അപ്പം അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്ന ഇതാ, നമ്മൾ ഇന്ന് മൃതരാണ് എങ്കിൽ, ആത്മീയമായി നമ്മൾ മരിച്ചവരാണ് എങ്കിലും നമ്മുടെ ജീവിതത്തെ നിത്യജീവിതത്തിലേക്ക്, ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താനായിട്ട് ഈശോയ്ക്ക് പറ്റും. എല്ലാവരും കൂടെ പോകണ്ട, രണ്ടുപേര് പോയാൽ മതി, അന്നേരം വരുമ്പോൾ പോകാം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വളരെ വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഒരു മരണം സംഭവിക്കും. വെളിപാടിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുലിഖിതം. വെളിപാടിന്റെ പുസ്തകം 21:8 ഒരുമിച്ച് വായിക്കാം. എല്ലാവരും ഒന്ന് എടുത്തോട്ടെ. വെളിപാടിൻ്റെ പുസ്തകം അവസാനമാവട്ടോ, ബൈബിളിൻ്റെ അവസാനമാണ്. ഒരുമിച്ച് വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപഠ്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പം രണ്ടാമത്തെ ഒരു മരണമുണ്ട്, ആത്മീയമായ ഒരു മരണമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും, കൃപയുള്ള വഴികളിൽ നിന്നും മാറിപ്പോകുന്നവർ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപഠ്യക്കാർ, ഇവർക്ക് കിട്ടുന്ന ഓഹരി എന്ന് പറയുന്നത് തീയും ഗന്ധവുമായിരിക്കും, നരകമായിരിക്കും. അപ്പം അങ്ങനെ നരകത്തിലേക്ക് പോകും. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു രണ്ടാമത്തെ മരണം ഇതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ വിശുദ്ധീകരിക്കാനും നവീകരിക്കാനും, നമ്മൾ ആത്മീയ മരണത്തിൽ നിന്നും നമ്മൾ കരകയറാൻ നമ്മൾ ഈ വചന ശുശ്രൂഷയിലൂടെ എല്ലാം ഈശോ നമ്മെ സഹായിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന ഈ ദൈവവചനങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ, നവീകരിക്കപ്പെടുന്നതിലൂടെ ആത്മീയ മരണത്തിൽ നിന്നും അതിജീവിക്കാൻ, അങ്ങനെ ആത്മീയ ജീവൻ സ്വന്തമാക്കാൻ ഈശോ നമ്മെ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വീണ്ടും നമ്മൾ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ആത്മീയ മരണം സംഭവിച്ച വേറെ വ്യക്തികളെ നമ്മൾ കണ്ടുപിടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുലിഖിതം. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 2ഉം 3ഉം അധ്യായങ്ങളിൽ ആദി മാതാപിതാക്കന്മാരെ കുറിച്ച് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ആത്മീയ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. 2-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുലിഖിതം 16ഉം 17ഉം വായിക്കാം. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ ദൈവം പറയാം, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തെക്കുറിച്ച് നീ അറിയണം, അത് നീ തിന്നരുത്, തിന്നാൽ ആ ദിവസം നീ മരിക്കും. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. 5ഉം 6ഉം 7ഉം വചനങ്ങളിലേക്ക് വരുമ്പോൾ 4-ൽ അങ്ങനെ ദൈവം പറഞ്ഞു, എന്നാൽ സർപ്പം വന്ന്, പിശാചി വന്ന് സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണ് എന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്നറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചി ഉണ്ടാക്കി. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം, ആത്മീയമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആത്മീയതയ്ക്ക് വില കൊടുക്കണം എന്ന് പറഞ്ഞു പാരഡൈസിലാക്കി. നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞു. എന്നാൽ അത് തിന്ന അവരുടെ ജീവിതത്തിൽ ആത്മീയ മരണം സംഭവിക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി പിശാചി വന്ന് 3 കാര്യങ്ങൾ പറയുകയാണ്. 1, നിങ്ങൾ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും. പിശാചി വന്ന് പറയാണ് നിങ്ങൾ മരിക്കുകയില്ല. അതുപോലെ തന്നെ പിശാചി പറയാണ്, നിങ്ങളത് തിന്നാൽ ആ ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും. 3-ാമത് പറയുകയാണ്, നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകും. നമുക്കറിയാം, ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ. ഈ പിശാചി പറഞ്ഞത് പെട്ടെന്ന് കേട്ടു. ഈ ബൈബിളിൽ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്, ഇല്ലേ?
ആദ്യ മാതാപിതാക്കൾ ദൈവം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിശാച് ഒരിക്കൽ മാത്രം വന്ന് ഒരു കാര്യം പറഞ്ഞു, അത് ശരിക്കും കേട്ടു. പിന്നെ അനേകം വ്യക്തികൾ അങ്ങനെയാണ്, ദൈവം പറയുന്ന കാര്യം കേൾക്കില്ല. ഒരു കൂട്ടുകാരൻ വന്ന് ഒരു കാര്യം പറഞ്ഞു, അല്ലെ ഒരു കൂട്ടുകാരത്തി വന്ന് ഒരു കാര്യം പറഞ്ഞു. കൂട്ടുകാരൻ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ നീ അനുസരിച്ചിട്ട് എന്താ കാര്യം? നീ ഇച്ചിരി കുടിച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഒരു തിന്മയിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ പാപത്തിലേക്ക് നയിക്കാൻ, അശുദ്ധിയിലേക്ക് നയിക്കാൻ ഒരു കാര്യം പറഞ്ഞു, ഒന്ന് ഫോൺ ചെയ്തു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു, ഇൻസ്റ്റഗ്രാമിലൊന്ന് അയച്ചു, അത് മതി. അതോടുകൂടി ദൈവം പറഞ്ഞതോ ദൈവികമായ കാര്യങ്ങളോ കാറ്റഗിസം ക്ലാസ്സിൽ പഠിച്ചതോ ഇതൊന്നും ഒരു വിഷയമല്ല. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഈ കോവിഡ് എല്ലാം കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്നെ ഒരു പള്ളിയിൽ നിന്നും, ഒരു 250 കിലോമീറ്റർ അകലെയുള്ള ഒരു പള്ളിയിൽ നിന്നും അവിടുത്തെ വികാരിച്ച് ഫോൺ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചച്ഛൻ ഫോൺ ചെയ്തു. അതിൻ്റെ അടുപ്പിച്ച് രണ്ട് ഫോണിൽ നിന്ന് ഇങ്ങനെ മിസ്ഡ് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മിസ്ഡ് കോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ വികാരിച്ചിനെ കിട്ടി. അപ്പോൾ വികാരിച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ഈ ഇടവയിലുള്ള ഒരു കുട്ടിയെ 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിയാണ്, നല്ല സ്മാർട്ടാണ്, ഫുൾ A+ ആണ്, നല്ല കഴിവുള്ളവളാണ്, കലാതിലകമായിരുന്നു, സുന്ദരിയാണ്, നല്ല ഒരു സമ്പന്ന കുടുംബത്തിലെയാണ്, ഇവൾ ഇന്ന് വേറൊരു ബന്ധത്തിൽപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഒരു കണക്ഷനിൽ പെട്ടു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ കുട്ടിയെ ഇവിടെ വിടട്ടാൻ ചോദിച്ചു. അങ്ങനെ ഇവിടെ വന്നു. കുട്ടിയെ കൊണ്ട് വന്നപ്പോൾ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ 6 മാസത്തെ ഒരു പരിചയം, 6 മാസത്തെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുമല്ലോ, അങ്ങനെ മെസ്സേജ് അയച്ച് ആ മെസ്സേജ് കണ്ട് ഈ കുട്ടിയെ അവൻ മെസ്സേജ് അയച്ചപ്പോൾ ഈ കുട്ടി അതങ്ങനെ എടുത്തു. അങ്ങനെ ഒരു കണക്ഷൻ, 200 കിലോമീറ്റർ അകലെയുള്ള ഒരു കുട്ടിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയം. അങ്ങനെ ഈ പരിചയം എല്ലാം വന്ന് അങ്ങനെ അവസാനം ഇതിങ്ങനെ ഭയങ്കര കണക്ഷൻ മൂത്ത് കഴിഞ്ഞപ്പോൾ 3 പെൺപിള്ളേരാണ്. ഇത് മൂത്ത കുട്ടിയാണ്. ഇവൾക്കിങ്ങനെ എന്തൊരു കണക്ഷനുണ്ട്. രാത്രിയിൽ ഫോൺ വിളികൾ, 1 മണിയും 2 മണിക്കൊക്കെ ഉറങ്ങാതെയേറ്റിരുന്ന് ഫോൺ വിളിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അറിഞ്ഞപ്പോൾ മറ്റ് 2 കുട്ടികൾ അപ്പനോട് പറഞ്ഞു. അപ്പനീ ഫോൺ മേടിച്ച് വെച്ചു, ഇവളുടെ ഫോൺ മേടിച്ച് വെച്ചു. ഫോൺ മേടിച്ച് അങ്ങനെ കർശന നിർദ്ദേശമെല്ലാം കൊടുത്ത് ഫോൺ മേടിച്ച് വെച്ചു. അതുപോലെ വല്യമ്മയുടെ ഫോൺ മേടിച്ച് വെച്ചു. ഇങ്ങനെ പിന്നെ ഒരു കണക്ഷൻ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പനൊരു ദിവസം പനി പിടിച്ചു. അമ്മയോട് പറഞ്ഞു, നീ പിള്ളേരുടെ കൂടെ പോയി കിടന്നോളാൻ പറഞ്ഞു. ഈ അമ്മ പിള്ളേരുടെ കൂടെ പോയി കിടന്നു. രാത്രിയിൽ പിള്ളേരുടെ കൂടെ കിടക്കുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് ഉറക്കമൊന്നും വന്നില്ല. അമ്മ ഉറങ്ങാതെ കിടക്കുമ്പോൾ മൂത്ത കുട്ടി അമ്മ ഉറങ്ങിയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തലപൊക്കി നോക്കും, വാച്ച് ചെയ്യുകയാണ് അമ്മ ഉറങ്ങിയോ എന്ന്. അപ്പം പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായി എന്തൊരു കള്ളത്തരം ഉണ്ടെന്ന്. അതുകൊണ്ട് ഈ അമ്മ ഉറക്കം നടിച്ച് കിടന്നു. 1:30 മണിയായി സമയം. 1:30 മണിയായപ്പോൾ ഇവളെ ഏറ്റു. അമ്മ നല്ല കൂർക്കം ഉറങ്ങുകയാണ്. ഉറക്കുന്ന പോലെ അമ്മ കിടന്നു. ഇവളെ ഏറ്റു പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഈ ഫോൺ കുറച്ച് നേരം വിളിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ ചാടിയേറ്റു. അപ്പോൾ പെട്ടെന്ന് ഇവള് ഓടി വന്ന് കട്ടിലേക്ക് കിടന്നു, ഫോൺ മാറ്റുകയാണ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അപ്പനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവൾ കൂർക്കം വലിച്ച് കിടക്കുകയാണ്. എത്ര വിളിച്ചിട്ടും ഏൽക്കുന്നില്ല. അപ്പം വെള്ളം കൊണ്ടുവന്ന് കോരി ഒഴിച്ചു. അങ്ങനെ ഇവളെ കുലുക്കി ഏൽപ്പിച്ച് നിർത്തി. നീ ഫോൺ ചെയ്തോന്ന് ചോദിച്ചു. ഞാൻ ആരെയും ഫോൺ ചെയ്തിട്ട്, ഞാൻ നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൾ പറയാണ്, അമ്മയ്ക്ക് പിച്ചും പയ്യും പറയുന്നതായിരിക്കും, അമ്മ വല്ല ഉറക്കപ്പിച്ച് പറയുന്നതായിരിക്കും. ഞാനങ്ങനെ ആരും ഫോൺ വിളിച്ചിട്ടുമില്ല, ഏറ്റിട്ടുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുക, ശക്തമായിട്ട് ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളുടെ കയ്യിൽ നിന്ന് ഒരു താക്കോല് താഴെ വീണത് അപ്പനെടുത്ത് ആ താക്കോലും കൊണ്ട് വല്യമ്മയുടെ ഫോണൊക്കെ മേടിച്ച് അമ്മ ഈ ചേട്ടൻ പൂട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഈ താക്കോലിട്ട് തുറന്നു നോക്കുമ്പോൾ അത് തുറക്കാൻ പറ്റുന്നുണ്ട്. ഫോൺ വെച്ചോടത്തിരിപ്പുണ്ട്. അപ്പൻ വെച്ച താക്കോല് അപ്പം പോയി നോക്കുമ്പം അപ്പം വെച്ചോടത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവളോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 100 രൂപ കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് അപ്പൻ വെച്ച താക്കോല് ഇവള് അത് കണ്ടുപിടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി ഇവള് ആവശ്യാനുസരണം വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ആവശ്യാനുസരണം ഇത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പൻ
ഈ ഫോണെല്ലാം പരിശോധിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഡിലീറ്റായിപ്പോയി. എങ്കിലും ഇവളുടെ നഗ്നശരീരങ്ങളും അവൻ്റെ നഗ്നശരീരങ്ങളും എല്ലാം ഈ ഫോണിൽ അയച്ചു കൊടുത്ത ഫോട്ടോസ് എല്ലാം കാണാനിടയാകുകയാണ്. അങ്ങനെ അവിടുന്ന് ഇവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ വന്നു. ഈ പെൺകുട്ടി നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടി, ഫുൾ A+. ഒന്ന് വായിച്ച് കേട്ടാൽ, ഒന്ന് കേട്ടാൽ മതി, അത് തലയിൽ കയറും, റെക്കോർഡാകും. അത്ര കഴിവുള്ളൊരു പെൺകുട്ടി, കലാതിലകം. അതുപോലെ അങ്ങനെ ഭയങ്കര മിടുക്കിയായിട്ടുള്ള കുട്ടി ഇവിടെ വന്നു. ഞാൻ ആദ്യ ദിവസം 1000 പ്രാവശ്യം ഒരു ദൈവവചനം എഴുതാൻ കൊടുത്തു. നിയമാവർത്തന പുസ്തകം 15:16. നിയമാവർത്തന പുസ്തകം 15:16. ആ വചനം എന്താണെന്നറിയോ? കർത്താവിൻ്റെ ആത്മാവ് നിന്നെ മേൽ ആവസിക്കും, നിന്നെ ബന്ധിച്ചിരിക്കുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീരും, കെട്ടുകൾ അറ്റുവീഴും. നിന്നെ ബന്ധിച്ചിരിക്കുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീരും, കെട്ടുകൾ അറ്റുവീഴും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഞാൻ 1000 പ്രാവശ്യം എഴുതാൻ പറഞ്ഞ് ഒരു ബുക്ക് എടുത്തു കൊടുത്തു, പേനയും കൊടുത്തു, ബൈബിളും കൊടുത്തു, വരച്ചു കൊടുത്തു. ഇത് നോക്കി നീ ഒരു 1000 പ്രാവശ്യം എഴുതാൻ പറഞ്ഞു. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളെ വിളിച്ചു, അല്ലെങ്കിൽ എഴുതിയോന്നറിയാൻ വേണ്ടിയിട്ട് ബുക്ക് കൊണ്ടുവന്നു. ഞാൻ നോക്കും 356 പ്രാവശ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. 356 പ്രാവശ്യം ന്യായാധിപന്മാർ 15:16 എന്ന് പറഞ്ഞ് എഴുതി. അപ്പം ഞാനത് വായിച്ചു നോക്കി. കർത്താവ്, അവളിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേലെ ആവസിക്കും, നിന്നെ ബന്ധിച്ചിരിക്കുന്ന കയർ ചണനൂൽ പോലെയായിത്തീരും, കെട്ടുകൾ അറ്റുവീഴും. നിന്നെ ബന്ധിച്ചിരിക്കുന്ന കയർ ചണനൂൽ പോലെയായിത്തീരും, കെട്ടുകൾ അറ്റുവീഴും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതിൻ്റെ അകത്ത് ഒരു വാക്ക് ഇല്ലാതെ പോയി. കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ ആവസിക്കും, നിന്നെ ബന്ധിച്ചിരിക്കുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായിത്തീരും, കെട്ടുകൾ അറ്റുവീഴും. ഇതാണ് ദൈവവചനം. അപ്പോൾ ഇവൾ എഴുതിയേക്കുന്നതാണ്, നിന്നെ ബന്ധിച്ചിരിക്കുന്ന കയർ ചണനൂൽ പോലെയായിത്തീരും. ഒരു വാക്കില്ല. ഏത് വാക്കാ? കരിഞ്ഞ എന്നുള്ള വാക്കില്ല എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ മെയിൻ വാക്ക്. ആ വാക്കില്ല. 356 പ്രാവശ്യം എഴുതി എന്ന് പറഞ്ഞാൽ അസ്ഥിയേൽ പ്രണയം പിടിച്ചു. തലയെ മാത്രമല്ല, അസ്ഥിയെ വരെ പ്രണയം പിടിച്ചു. അതുകൊണ്ട് ഇവൾക്ക് ഇത് ഓർമ്മിക്കാൻ പറ്റിയില്ല. എന്തായാലും പിന്നീട് ഇവിടെ ഒരു 2-3 ആഴ്ച മിച്ചം ഇവിടെ നിന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പോയി. ഇപ്പം എന്തായാലും പിന്നീട് അവൾക്ക് കാര്യം മനസ്സിലായി, ഇതൊന്നുമല്ല ജീവിതം. പരിശുദ്ധാത്മാവുടെ ജീവിതത്തെ തൊട്ടു. അവളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുത്തൻ പറയുന്നൊന്നുമല്ല ജീവിതം. അല്ലെങ്കിൽ ഒരുത്തൻ എന്താ മീഡിയയിലൂടെ ഞാൻ കേൾക്കുന്നത് കാണുന്നൊന്നും അല്ല ജീവിതം. അവളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തൊട്ടു. അവൾ അത് ഉപേക്ഷിച്ചു. അവൾ ഇന്ന് മിടുക്കിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ +2 സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ആരെങ്കിലും പറയുന്നത് കേൾക്കും. സാത്താൻ ഒരു പ്രാവശ്യം പറഞ്ഞു, അത് കേട്ടപ്പോൾ ഈ ആദി മാതാപിതാക്കന്മാരുടെ ജീവിതം കുളമായി. ദൈവം പറയുന്നത് കേൾക്കാതെ പോവുകയാണ്. ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതം ഇങ്ങനെയാണ്. കുട്ടികളുടെ ജീവിതങ്ങൾ, യുവാക്കന്മാരുടെ ജീവിതങ്ങൾ. ദൈവം പറയുന്നത് കേൾക്കില്ല. കണ്ട അവന്മാർ പറയുന്നതും അല്ലെങ്കിൽ അവളുമാർ പറയുന്നതും സോഷ്യൽ മീഡിയ പറയുന്നതും ഇതെല്ലാം കേട്ട് ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതങ്ങൾ ഇന്ന് നാശത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവം പറഞ്ഞ് കേൾക്കാതെ സാത്താൻ ഒരിക്കൽ പറഞ്ഞു, അത് കേൾക്കാൻ പോയി. സാത്താൻ പറഞ്ഞു കൊടുക്കുകയാണ്, നീ മരിക്കില്ല, തിന്നുന്ന ദിവസം നിൻ്റെ കണ്ണ് തുറക്കും, നന്മയും തിന്മയും അറിഞ്ഞ് നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. നമുക്കറിയാം ദൈവം പറഞ്ഞ എന്താ? ദൈവകൽപ്പന ലംഘിച്ചാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ആദി മാതാപിതാക്കന്മാർ മരിച്ചത് എന്നാണെന്നറിയാവോ? അപ്പം മരിച്ചോ? ദൈവം അവിടുന്ന് പുറത്താക്കി. 930 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആദം മരിച്ചത്. 930 വർഷം കഴിഞ്ഞു. ദൈവം പറഞ്ഞ നീ അപ്പം തിന്നാൽ മരിക്കും. പക്ഷേ ആദം മരിച്ചത് 930 വർഷം കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ ആദം ദൈവകൽപ്പന നിഷേധിച്ചപ്പോൾ, ദൈവവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആത്മീയമായ ഒരു മരണത്തിന് വിധേയനായി മാറി. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും ദൈവത്തെയും ദൈവിക കൽപ്പനയെയും നിഷേധിക്കുമ്പോൾ നമ്മൾ ചിലപ്പം 60, 80, 100 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മരിക്കുന്നത്. പക്ഷേ ഇവിടെ ആയിരിക്കുമ്പോൾ ആത്മീയമായ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ദൈവത്തെ നിഷേധിക്കുന്നതിലൂടെ. അപ്പം അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്ന കാര്യം ഇതാ, നമ്മൾ ദൈവത്തെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ,
ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് വീണ്ടെടുക്കാൻ ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയാം, നീ അത് തിരുത്തണം. നീ അത് തിരുത്താൻ തയ്യാറായാൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തരുമെന്ന് പറയുകയാണ്. നമുക്കറിയാം, ആദിമാതാപിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാൻ സാത്താൻ ആ സ്ത്രീയെ നിർബന്ധിച്ചില്ല. ഒരു തെറ്റായ ബോധ്യം കൊടുക്കുക ചെയ്തത്. അതായത് ദൈവം അരുളി ചെയ്തത് ശരിയല്ല എന്ന് ഒരു തെറ്റായ ബോധ്യം കൊടുത്തു. ഇന്ന് പലരും നമ്മുടെ അടുക്ക് വന്ന് നീ അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് തിന്മ ചെയ്യാമെന്നും പറയില്ല. പക്ഷേ ചില ബോധ്യങ്ങൾ നമ്മുടെ തലയിൽ കയറ്റുമ്പോൾ, ചില തെറ്റായ ബോധ്യങ്ങൾ, ദൈവനിഷേധപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ തിന്മയായ കാര്യങ്ങൾ, അശുദ്ധിയായ കാര്യങ്ങളുടെ ബോധ്യങ്ങൾ നമ്മുടെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആരും തിന്മ ചെയ്യിക്കാൻ വരുമെന്നും വേണ്ട. ആ ബോധ്യം അത് ജീവിതത്തിൽ പിന്നെ തിന്മയിലേക്കും പാപത്തിലേക്കും അശുദ്ധിയിലേക്കും എല്ലാം നമ്മെ നയിക്കുമെന്നുള്ളതാണ്. അപ്പം ഈ സാത്താൻ തരുന്ന ചില ബോധ്യങ്ങൾ, സോഷ്യൽ മീഡിയ തരുന്ന ബോധ്യങ്ങൾ, തിന്മയായ കാര്യങ്ങൾ നമ്മെ ആത്മീയ മരണത്തിലേക്ക് നമ്മെ നയിക്കും. സാത്താൻ മറ്റൊരു കാര്യമാണ്, ദൈവത്തെ അസൂയാലുവും സ്നേഹരഹിതനുമായിട്ടാണ് ഈ ആദിമാതാപിതാക്കളുടെ മുമ്പിൽ ചിത്രീകരിച്ചത്. കാരണം ദൈവം നല്ലവനാണെങ്കിൽ ഈ തോട്ടത്തിലെ ഒന്ന് മാത്രം എന്നെ മാറ്റിവെച്ചെങ്കിൽ, ഒരു മരത്തിൻ്റെ കാര്യമല്ല, അതും കൂടി തരേണ്ടതല്ലേ. അപ്പം തെറ്റായ ബോധ്യം ദൈവിക പദ്ധതിയിൽ സംശയം ജനിപ്പിച്ചു എന്നുള്ളതാണ്. തെറ്റായ ബോധ്യങ്ങൾ കൊടുത്തു, ദൈവത്തെ അസൂയാലുവും അതുപോലെ സ്നേഹരഹിതനുമായി ചിത്രീകരിച്ചു. അതുപോലെ തന്നെ ദൈവിക പദ്ധതിയിൽ സംശയം ജനിപ്പിച്ചു. അതുപോലെ തന്നെ ഫലം തിന്നാൽ ഉള്ള ഗുണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തൊരു മോഹം ഉണർത്തി. അനേകം വ്യക്തികൾ ഈ മോഹപാപങ്ങളിലൂടെ ജീവിതം നശിപ്പിക്കപ്പെടുകയാണ്. മോഹപാപങ്ങളിലൂടെ ജീവിതങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ച് ദൈവിക പദ്ധതിയോട് മറുതലിക്കാൻ പിശാച് പ്രേരിപ്പിച്ചു. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം അനേകർ ചിന്തിക്കുന്ന കാര്യമാണ്, എനിക്ക് അറിവുണ്ട്, എനിക്ക് പഠനമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ എനിക്ക് സ്ഥാനമാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ മറ്റുള്ള നിസ്സാരരാണ്, ദൈവമോ അല്ലെങ്കിൽ മനുഷ്യരോ നിസ്സാരമാണ്, എനിക്ക് എല്ലാ കാര്യം അറിയാം, എല്ലാം എനിക്ക് അറിയാമെന്ന് ചിന്തിച്ചുകൊണ്ട് അഹങ്കാരത്തിലൂടെ ഒരു വ്യക്തി ജീവിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയ മരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നിഷ്ടം പോലെ പ്രവർത്തിച്ച് ആദം അയോഗ്യനും അശുദ്ധനുമായി മാറുകയാണ്. അയോഗ്യനായി, അശുദ്ധനായി. ഇപ്പം ഈ ആദത്തിൻ്റെ അശുദ്ധിയെല്ലാം വിശുദ്ധ എബ്രാഹിം പറയുന്ന കാര്യമുണ്ട്. അങ്ങനെ അശുദ്ധി കടന്നു വന്ന് കൽപ്പന ലംഘിച്ചതിലൂടെ ആദം കുഷ്ഠം ബാധിച്ചവനായി മാറിയെന്ന് പറയാണ്. കുഷ്ഠം ബാധിച്ച ഒരു വ്യക്തിക്ക് പിന്നെ ഒരിക്കലും നമുക്കറിയാം സമൂഹത്തിലേക്ക് വരാൻ പറ്റില്ല. കുഷ്ഠം ബാധിക്കുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ വരാൻ പറ്റില്ല. അവൻ ഒതുങ്ങിക്കൂടി മാറി മനുഷ്യരുടെ വെളിച്ചത്തിൽ മാറി നിൽക്കും. ഇന്ന് ആത്മീയമായ കുഷ്ഠം അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർക്ക് ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. ആത്മീയ കാര്യങ്ങളിൽ 4 പേര് കൂടുന്നോടത്തോട്ട് വരില്ല. ആത്മീയ കാര്യങ്ങളിൽ ദൈവാരാധനയിൽ പങ്കെടുക്കാൻ, ദൈവത്തിൻ്റെ വഴികൾ സ്വീകരിക്കാനോ 4 പേര് കൂടുന്നോടത്ത് ദൈവാരാധന നടക്കുന്നിടത്ത് വരാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ആത്മീയമായ കുഷ്ഠം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് ആത്മീയ മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവവുമായിട്ടുള്ള സ്നേഹ കൂട്ടായ്മ ഉപേക്ഷിക്കും. ആത്മീയ മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഒന്നാമത്തെ ഒരു കാര്യം ഇതാ, ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ വേണ്ടാന്ന് വെക്കും. നമുക്കറിയാം, ദൈവവുമായി സമ്പർക്കത്തിലും സംഭാഷണത്തിലും ആയിരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദിമാതാപിതാക്കന്മാരെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. എന്നാൽ സാത്താനുമായി ആദിമാതാപിതാക്കന്മാർ സംഭാഷിക്കാനും അതുപോലെ തന്നെ സമ്പർക്കത്തിലാകാനും അവസരം കണ്ടെത്തി അങ്ങനെ ആ ദൈവത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാണ്. ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരു വ്യക്തി ഇന്ന് ദൈവികമായ കാര്യങ്ങൾക്ക് എതിരായ കാര്യങ്ങൾ, ദൈവിക പ്രമാണങ്ങൾക്ക് എതിരായ കാര്യങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകും. അപ്പോൾ ആത്മീയ മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, ദൈവത്തോടുള്ള സ്നേഹ കൂട്ടായ്മ ഉപേക്ഷിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ദൈവത്തിൽ അവിശ്വസിക്കാൻ തുടങ്ങും. ദൈവത്തിൽ ശക്തമായിട്ടും വിശ്വസിക്കേണ്ടവൻ ദൈവത്തിനെതിരായി അവിശ്വസിക്കാനായിട്ട് തുടങ്ങിയാണ്. ദൈവത്തെ അവിശ്വസിക്കാൻ തുടങ്ങും. കാരണം വിശ്വസിക്കാൻ പറ്റാത്തവനാണ്. ഒരു പ്രതിസന്ധി വന്നാൽ മതി. ആത്മീയ മരണമുള്ള ഒരു വ്യക്തി, അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു, ഒരു ഞെരുക്കം വന്നു, ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ചിന്തിക്കും. ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തന്നില്ല, അതുപോലെ തന്നെ അരുതുകളും വിലക്കുകളും എല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ തരുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തെ അവിശ്വസിക്കാനായിട്ട് തുടങ്ങുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ ദൈവത്തിലുള്ള അവിശ്വാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും മാറി ആത്മീയപരമായ മരണം സംഭവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ പോലെ ആകാൻ കഴിയും എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ദൈവത്തിൽ ആശ്രയിക്കാതെ എനിക്ക് എല്ലാ കഴിവുകളുമുണ്ട്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം വേണ്ട, ദൈവമില്ലാതെ എൻ്റെ ജീവിതത്തിൽ വളരാൻ പറ്റും, വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു ചിന്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കാനും ദൈവത്തെ അംഗീകരിക്കാനും ദൈവത്തിന് മഹത്വം നൽകുവാനുമായിട്ടുള്ള ഒരു വ്യക്തി സ്വന്തം കഴിവിലും അതുപോലെ തന്നെ സ്വന്തം സാമ്രാജ്യത്തിലും അല്ലെങ്കിൽ സ്വന്തമായ പ്രസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ കഴിവുകളിലും നേട്ടങ്ങളിലും സ്ഥാനമാനങ്ങളിലും വില കൊടുത്തുകൊണ്ട് അതിന് മാത്രം അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു വ്യക്തിയായി മാറും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, ആത്മീയമായ മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ ഉപദേശമോ നിയന്ത്രണമോ ആവശ്യമില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തി ആ വ്യക്തി സ്വന്തം രീതിയിൽ ഒരു ക്രമരഹിതമായ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമരാഹിത്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരും. ക്രമരാഹിത്യം, ദൈവവുമായി സൗഹൃദം നഷ്ടമായി, കൃപ നഷ്ടമായി, ക്രമരഹിതമായ ഒരു ജീവിതങ്ങളിലൂടെ ഈ വ്യക്തി വീണ്ടും കടന്നു പോകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആത്മീയമായ ഒരു മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ പിന്നീട് കടന്നു വരും. അതുപോലെ തന്നെ ദൈവത്തിന് മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നയിക്കാൻ പറ്റൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കേന്ദ്രബിന്ദുവായി മാറും. ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ സാത്താൻ്റെ വചനം അവൻ്റെ ജീവിതത്തിൽ കയറി പാപം അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറും. റോമാലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മളതിനെക്കുറിച്ച് കണ്ടുമുട്ടുന്നുണ്ട്. ദൈവത്തെ മാറ്റി നിർത്തി ആത്മീയ മരണത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനേകം തിന്മകൾ കടന്നു വന്ന് ആ ജീവിതം നാശത്തിൻ്റെ ജീവിതമായി മാറുന്നതിനെക്കുറിച്ച് റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. റോമാലേഖനം 1-ാമത്തെ അധ്യായം ഈ 19 മുതലുള്ള വചനങ്ങൾ, 1-ാമത്തെ അധ്യായം 19 മുതലുള്ള വചനങ്ങൾ. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യും. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിന് മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇപ്പോൾ ദൈവത്തെ അറിയാനും ദൈവത്തെ ആരാധിക്കാനുമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും ദൈവം ഈ സൃഷ്ടപ്രപഞ്ചം നമ്മൾ കണ്ണു തുറന്ന് കണ്ടാൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവും അതുപോലെ സാഹചര്യം ഒരുക്കി മനുഷ്യപ്രകൃതിയെ നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞാലും പറയാണ്. എന്നാൽ വിവേകരഹിതമായ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കേണ്ട വ്യക്തി കടന്നു പോകുന്നു എന്ന് പറയുകയാണ്.
അങ്ങനെ ദൈവത്തെ ആരാധിക്കേണ്ട വ്യക്തി വിവേകരഹിതമായ വഴികളിലൂടെ നടന്ന് അന്ധകാര വഴികളിലൂടെ ആ വ്യക്തി സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന തിന്മകൾ 24 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവിടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരമായ കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ ലഭിച്ചു. ഇപ്പൊ ദൈവത്തിന് വചനം പറയാം, ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു വ്യക്തി പരാജയപ്പെടുമ്പോൾ, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിച്ഛേദിക്കപ്പെടുമ്പോൾ ദൈവം അവരെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കുമെന്ന് പറയാണ്. ഭോഗാസക്തികളോടുകൂടെ തങ്ങളുടെ ശരീരങ്ങളെ അശുദ്ധമായി ജീവിക്കാൻ ദൈവം വിട്ടുകൊടുക്കും. സ്വാഭാവിക ബന്ധങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ സ്വാഭാവിക ബന്ധമാ. അതിന് വിരുദ്ധമായ ബന്ധങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരും. അശുദ്ധിക്ക് ദൈവം വിട്ടുകൊടുക്കും. ദൈവം പറയാത്ത ബന്ധങ്ങളും ദൈവം പറയാത്ത കൂട്ടുകെട്ടുകളും സാഹചര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ വിച്ഛേദിക്കുമ്പോൾ ആത്മീയ മരണം സംഭവിക്കുന്നതിൻ്റെ തെളിവാണത്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയ. അടുത്ത വചനം വായിക്കാം. 28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന കൽപ്പന അറിഞ്ഞിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പൊ ആത്മീയമായ ഒരു മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്തെല്ലാം തിന്മകൾ ഒരു വ്യക്തി ചെയ്യും, എന്തെല്ലാം തിന്മകളിലൂടെ തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവര് തിന്മ ചെയ്യുന്നവരായി മാറുന്നു. എന്നിട്ട് പറയാ അങ്ങനെയുള്ളവരെ അംഗീകരിക്കും. അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മകളും അങ്ങനെയുള്ളവരെ ഹൈലൈറ്റ് ചെയ്യാൻ ആത്മീയ മരണം സംഭവിച്ചവർ അങ്ങനെയുള്ളവരെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടു നടക്കും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല. യോഹന്നാൻ്റെ ലേഖന സുവിശേഷത്തിൽ 3:19, യോഹന്നാൻ സുവിശേഷം 3:19 ആത്മീയ മരണം സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആത്മീയ മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അവന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചുമെല്ലാം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:19. ഇതാണ് ശിക്ഷാവിധി, ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അപ്പോൾ യേശുവിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആത്മീയ മരണത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3:16 മുതലുള്ള വചനങ്ങൾ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ
ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്ന ഒരു വ്യക്തി ആത്മീയ മരണത്തെ അതിജീവിക്കും. അവൻ്റെ ജീവിതത്തിൽ ആത്മീയമായ പല തിന്മകളിലൂടെയും മരണത്തിലൂടെയും അവൻ കടന്നു പോകുന്നുണ്ടെങ്കിലും അവന് വീണ്ടും ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ യേശു അവൻ്റെ ജീവിതത്തെ സഹായിക്കുന്നുവെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പം ദൈവത്തെ, യേശുവിനെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഒരു വ്യക്തി മാറ്റുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതം ലഭിക്കും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CCC 398 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: പാപത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് ദൈവനിഷേധം നിൽക്കുന്നു. മനുഷ്യൻ ദൈവത്തെ മാറ്റി നിർത്തി സാത്താൻ്റെ വചനം പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മ കടന്നു വരുന്നതും ആത്മീയ മരണം സംഭവിക്കുന്നതും ദൈവത്തെ മാറ്റി നിർത്തി റിജക്റ്റ് ചെയ്യുന്നു. ദൈവത്തെ ഉപേക്ഷിച്ച് പാപത്തെ അവൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ സ്ഥാനം നിർത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിഷേധിച്ച്, ദൈവനിഷേധം അവൻ്റെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ, മുഖ്യ സ്ഥാനം നിൽക്കുമ്പോൾ അവൻ ആത്മീയമായി മൃതൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ ആത്മീയമായി ജീവിക്കേണ്ടവരാണ്. ആത്മീയമായി നമ്മൾ ജീവിക്കേണ്ടവരാണ്. ആത്മീയമായി നമ്മുടെ ജീവിതം യേശുവിലൂടെ നിത്യജീവിതത്തിന് അനുയോജ്യമായ വിധത്തിൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ യേശുവിലേക്ക് കടന്നു വരണം. അങ്ങനെ യേശുവിലേക്ക് കടന്നു വരുമ്പോൾ നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ ഈശോ നൽകും. അതുകൊണ്ടാണ് യോഹന്നാൻ 3:14 ദൈവത്തിന് വചനം പറയാം. യോഹന്നാൻ 3:14 മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിത്യജീവൻ ഉണ്ടാകും. അവൻ ആത്മീയമായും ജീവിക്കുന്നവനായി മാറും. ആത്മീയ മരണത്തെ അതിജീവിക്കാൻ യേശു നമ്മുടെ ജീവിതത്തെ സഹായിക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ തന്നിഷ്ടപ്രകാരമോ അല്ലെങ്കിൽ നമ്മുടേതായ പദ്ധതികൾ ദൈവത്തെ മാറ്റി നിർത്തി നമ്മൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ വളർത്തി സ്വയം ദൈവമാകാൻ ശ്രമിക്കുന്നതിലൂടെയും സ്വയം നിഷേധത്തിലും നാശത്തിലൂടെയെല്ലാം ഇത് നമ്മൾ കലാശിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ദൈവത്തെ മുഖ്യസ്ഥാനം നിർത്താം. ദൈവനിഷേധങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകാൻ നമ്മൾ ഈ നിമിഷം പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ആരാധനയിലും പരിശുദ്ധ കുർബാനയിലുമെല്ലാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ, ദൈവനിഷേധപരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപോകാൻ ആഗ്രഹിച്ച് കുമ്പസാരത്തിലൂടെ നവീകരിക്കപ്പെട്ട് ദൈവവചനത്തിലൂടെ ദൈവവചനം പാലിക്കുന്നവരായി മാറി നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹത്തിൻ്റെ ജീവിതങ്ങളാക്കി മാറ്റാൻ നമുക്ക് ഈ നിമിഷത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കും. വചനം പാലിക്കുന്നവരും കേൾക്കുന്നവരും അനുസരിക്കുന്നവരുമായി മാറുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ശപിക്കപ്പെട്ട ജീവിതമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ ശപിക്കപ്പെട്ട ജീവിതമായി മാറും. ഗലാത്യ ലേഖനം 3:10 വചനം പറയുന്നുണ്ട്: എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഗലാത്യ 3:10 പറയാം, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവവചനം നമ്മൾ പാലിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ആത്മീയമായും ജീവിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരുമായിട്ട് മാറും. അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കാതെ വരുമ്പോൾ നമ്മൾ വീണ്ടും ശപിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറും. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനം പാലിക്കുമ്പോൾ, അത് അനുസരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അത് പാലിക്കാതെ വരുമ്പോൾ നമ്മൾ ശപിക്കപ്പെട്ടവരായിട്ട് മാറും. വീണ്ടും ഒരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ 16-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുലിഖിതം:
1 Korinഥോസ് 16:22 വചനം ഇങ്ങനെ പഠിപ്പിക്കുക, ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ യേശുവിനെ ആരെങ്കിലും അറിഞ്ഞിട്ട് സ്നേഹിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ. 1 Korinഥോസ് 16:22 പറയാണ്. ഗലാത്യ 3:10 പറയാ, നിയമഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പാലിക്കാതെയും അനുസരിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ശപിക്കപ്പെട്ടവർ, യേശുവിനെ സ്നേഹിക്കാത്തവർ, യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കാത്തവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ആത്മീയമായി മരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. നമുക്കതുകൊണ്ട് ഇന്ന് യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നവരായിട്ട് നമുക്ക് മാറാനും കർത്താവിൻ്റെ ജോലിയിലും കർത്താവിൻ്റെ ശുശ്രൂഷയിലും നമ്മൾ പങ്കുപറ്റി കർത്താവിനോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ കർത്താവ് സഹായിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കൊരിന്തോസുകാർക്ക് എഴുതിയ 15:57 വചനം ഇങ്ങനെ പഠിപ്പിക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. നമ്മുടെ ജീവിതങ്ങളെ ആത്മീയമായി വളർത്തി ജീവിതത്തിൽ വിജയം നൽകാൻ, കുടുംബത്തിന് അഭിവൃദ്ധിയും വിജയവും നൽകാൻ ഈശോയിലൂടെ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് ഇന്ന് 2 കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിച്ച് ഈ ദിവസം പ്രത്യേകമായും ആത്മീയമായും മൃതരായ എല്ലാ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും നമ്മുടെ ജീവിതങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും എല്ലാം സമർപ്പിച്ച്, അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെയും എല്ലാം സമർപ്പിച്ച്, കുടുംബത്തെയും കുടുംബാംഗങ്ങളെയെല്ലാം ആത്മീയമായ ഉണർവിലേക്കും ആത്മീയ ജീവിതത്തിൽ കൂടുതൽ പുഷ്ടിപ്പെടുവാൻ എല്ലാം ആഗ്രഹിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി, ആരാധന, ആരാധന. ഇടപെടണേ ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ.